ഇൻട്രോ കിടിലോ മമ്മൂട്ടിയുടെ ഇൻട്രോ ചില സിനിമകളിലുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം അത്യാവശ്യം മമ്മൂട്ടി നല്ല ലൊക്കേഷനായാലും സ്റ്റില്ലായാലും പുറത്ത് വരുമ്പോഴേ ഒരു പടത്തിൽ ഒരു ഹിറ്റിനുള്ള ചാൻസ് ഉണ്ട്. ധനുഷിന്റെ 55ാമത്തെ ചിത്രം ഓം ഇന്നലെ ഇതിന്റെ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ മാസ് മസാല പാട്ട്. സാധാരണ ഒരു തമിഴിലെ ഡപ്പാങ്കൂത്ത് പാട്ടാണെങ്കിൽ ഒരു രസമുണ്ട്, നല്ല വ്യൂസുമാണ്. എനിക്കൊന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പം 27 ലക്ഷം പേര് 2.7 മില്യൺ വ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. അത് പക്കാ ഡപ്പാങ്കൂത്ത്, പക്ഷെ ഒരു ഓളമുള്ള പാട്ടാണ്. നല്ല രസമായിട്ട് ധനുഷ് ഡാൻസ് ചെയ്തിട്ടുണ്ട്, നല്ല പാട്ടും. അന്നേരം അതിനകത്ത് മമ്മൂട്ടി കാണിക്കുന്ന ഒരു 30-40 സെക്കൻഡ് ഉണ്ട് സിയ എൻട്രി എന്ന് പറഞ്ഞു. ചിലപ്പം ആ പാട്ടിനകത്ത് തരത്തിൽ മമ്മൂട്ടി ചിലപ്പം ഒന്ന് കൃത്യമായിട്ട് വരിക്കും. പക്ഷെ അതിനകത്ത് മമ്മൂട്ടി നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ടിൽ ഫുള്ള് ധനുഷ് തകർക്കുമെന്ന് നമുക്ക് തോന്നിയാലും ആ 30 സെക്കൻഡിലുള്ള മമ്മൂട്ടിയുടെ എൻട്രി അടിപൊളിയായിട്ടുണ്ട്. മുണ്ടും ഒക്കെ എടുത്ത് മമ്മൂട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കാണുമ്പോഴേ അറിയാം ഒരു ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അമരന്റെ ഡയറക്ടറാണ്, സൂപ്പർ ഹിറ്റ് ആയിരുന്നു അമരൻ. രാജ്കുമാർ പെരിയസ്വാമി അദ്ദേഹമാണ് ഒരുക്കുന്നത്. സായി പല്ലവിയൊക്കെ ഇതിനകത്തും അഭിനയിക്കുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി പ്രധാനപ്പെട്ട വേഷമാണ്. ഏജന്റ് പോലൊരു തെലുങ്ക് പടത്തിൽ പോയി അഭിനയിച്ച പോലൊരു സംഭവം മമ്മൂട്ടി ചെയ്യുന്ന വളരെ അപൂർവമേ ഉള്ളൂ. ഒരു 90% തമിഴ് ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചതെല്ലാം സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റാണ്, പ്രത്യേകിച്ച് നായകനായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് തുയരും എന്ന് തന്നെയാണ് ഇന്നലെ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.